നമസ്കാരം. വി.എസ്. സുനിൽകുമാർ വ്യക്തിപരമായിട്ട് യാതൊരു വിരോധവുമില്ല, മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഈ ഇടതുപക്ഷത്തിലെ ആളുകൾ സഖാക്കന്മാര് തള്ളിമറിക്കുന്നത് പോലെ സുനിൽകുമാർ അത്ര വലിയ സംഭവമൊന്നുമില്ല. ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിലാണ് അദ്ദേഹം കാലങ്ങളായിട്ട് എന്നൊക്കെ പറയുന്നത് വെറും തള്ളു മാത്രമാണ്. ഞാൻ തൃശ്ശൂരും തൃശ്ശൂർക്കാരും അനുഭവിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട 5 പ്രശ്നങ്ങൾ പറയാം. ഒന്നാമത്തത് ഒബിയസ്ലി കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പാണ്. 300ഓളം കോടി രൂപയാണ് സാധാരണക്കാരായ ആളുകളെ പറ്റിച്ചിട്ടുള്ളത്. ആ സമയത്ത് സുനിൽകുമാർ എവിടെയായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഇനി രണ്ടാമത്തത് 3 വർഷത്തോളമായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന തൃശ്ശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയുടെ വികസനമാണ്. എത്രയോ വ്യാപാരികൾ കട നിർത്തിപ്പോയി. ഇപ്പോ ആറാട്ടുപുഴ പൂരം വരികയാണ്, അവിടെയൊക്കെ പൊളിച്ചിട്ടിരിക്കുകയാണ്, റോഡ് പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അതുപോലെ തന്നെയാണ് തൃശ്ശൂർ കുന്നംകുളം റോഡിന്റെ പണി. അപ്പൊ ബ്ലോക്ക്, ഒരുപാട് വ്യാപാരികൾക്കുള്ള പ്രയാസം. ഈ വിഷയത്തിൽ സുനിൽകുമാർ എന്ത് സ്റ്റാൻഡാണ് സ്വീകരിച്ചത്? ഇനി മൂന്നാമത്തത് എന്ന് പറയുന്നത് തൃശ്ശൂരിന്റെ പടിഞ്ഞാറൻ ഭാഗം ധാരാളമായിട്ടുള്ള നെൽ കർഷകരുള്ള സ്ഥലമാണ്, കോൾപ്പാടങ്ങളുള്ള സ്ഥലമാണ്. അവര് ലോൺ എടുത്തിട്ടും അതുപോലെ തന്നെ മറ്റേ കടം മേടിച്ചിട്ടൊക്കെ നെല്ല് കൃഷി ചെയ്ത നെല്ല് സപ്ലൈക്കൊന്നും കൊടുത്തിട്ട് അതിന്റെ പൈസ കിട്ടാതെ ധാരാളമായിട്ടുള്ള സമരങ്ങളുമായിട്ട് മുന്നിലോട്ട് പോയി. അന്നൊക്കെ സുനിൽകുമാർ എവിടെയായിരുന്നു എന്നുള്ളതൊന്ന് പരിശോധിക്കേണ്ടതാണ്. ഇദ്ദേഹത്തിന്റെ പാർട്ടി ഭരിക്കുന്ന വകുപ്പാണ് സപ്ലൈകോ. സാധാരണക്കാർക്ക് സപ്ലൈകോയിൽ പോയിട്ട് ഒരൊറ്റ സാധനം കിട്ടാനില്ല. തൃശ്ശൂർ ക്രിസ്മസ് ചന്തയ്ക്ക് ഉദ്ഘാടനത്തിനെത്തിയ MLA-യും അതുപോലെ തന്നെ മേയറൊക്കെ പിണങ്ങിപ്പോയി സാധനങ്ങളില്ലാതെ. അപ്പോൾ ആ വിഷയത്തിൽ സുനിൽകുമാർ എവിടെയായിരുന്നു? പിന്നെ ക്ഷേമ പെൻഷൻ തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ വിഷയങ്ങളുണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. ഇനി അഞ്ചാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ നാട്ടുകാരൻ, പാർട്ടിക്കാരൻ, മറ്റേ കൂട്ടുകാരനായിട്ടുള്ള ബാലചന്ദ്രൻ MLA. അദ്ദേഹം ശ്രീരാമനെയും അതുപോലെ മറ്റേ ഇന്ത്യൻ കൾച്ചറിനെയൊക്കെ രാമായണത്തിനെയൊക്കെ മോശമായിട്ട് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ സുനിൽകുമാർ എവിടെയായിരുന്നു? അപ്പോൾ എലിഞ്ഞിത്രമേളത്തിന്, കുടമാറ്റത്തിന്, ആറാട്ടുപുഴ പൂരത്തിന്, ബാൻഡ് സെറ്റിന് ഇതിന്റെ ഇടയിൽ അദ്ദേഹം പതിവുണ്ട്. അതിന് അതാണ് നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹം പാർട്ടിക്കാരുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ മതി. താങ്ക് യു.